ഹലോ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബേബിനായിട്ട് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഞങ്ങൾ ഖത്തറിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ വ്ളോഗായിരിക്കും. 6:40 ഫ്ലൈറ്റാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. പിന്നെ ഇന്ന് ബേബിയുടെ 45 ഡേയ്സിൻ്റെ വാക്സിൻ എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാരസിറ്റമോളൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കിയിരിക്കുകയാണ്. നല്ല കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാവും, അറിയില്ല. അങ്ങനെ നമുക്ക് എയർപോർട്ടിൽ പോകാനുള്ള വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ കയറിയിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് കിട്ടുമോയെന്ന് വരെ ഡൗട്ടായിരുന്നു. ഫൈനലി ആ ചേട്ടൻ എങ്ങനെയൊക്കെയോ എയർപോർട്ടിൽ എത്തിച്ച് തന്നു. അപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ നമ്മളെത്തി വേഗം തന്നെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഗേജൊക്കെ ഇട്ടു. എയർപോർട്ട് സ്റ്റാഫ്സൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. ആൻഡ് നല്ല രീതിക്ക് നമുക്ക് വേഗം തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. ചെക്കിനൊക്കെ നമ്മൾ പോവാണ് ഗൈസ്. ഇനി ഇമിഗ്രേഷനിൽ പോകണം. ബേബി നല്ല കരച്ചിലായിരുന്നു. ഇന്ന് മൊത്തത്തിലെല്ലാം കൂടി ലേറ്റ് ആയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡറാക്കി അവിടെ നിന്ന് കഴിച്ചു. എന്നിട്ട് നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഷുൻഡ്രു ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഫസ്റ്റ് ഫ്ലൈറ്റാണ് ബേബിയുടെ. ഐ ആം സോ എക്സൈറ്റഡ്. അങ്ങനെ നമ്മൾ മെല്ലെ ഫ്ലൈറ്റിലൊക്കെ കയറി. പിന്നെ അവിടെ ഇരുന്നു, സെറ്റിലായി. ഫ്ലൈറ്റ് മെല്ലെ ടേക്ക് ഓഫ് ആയി. പിന്നെ കുറച്ച് നേരം ബേബീനെ ഫീഡ് ചെയ്ത് കിടത്തി ഉറക്കി. അങ്ങനെ കുറേ നേരം കിടന്നുറങ്ങി. ബേബി നല്ല കരച്ചിലായിരുന്നു. അത് നല്ല രീതിയിലൊക്കെ മാനേജ് ചെയ്ത് ഉമ്മയുള്ളതുകൊണ്ടിട്ട് അങ്ങനെ എത്താനാകുമ്പോൾ ഒന്ന് ഫ്രഷനപ്പൊക്കെ ആയി. ആൻഡ് ഫൈനലി ഞങ്ങളവിടെ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റ് ടൈമായിട്ട് എൻ്റെ ബേബീനെ കാണുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇനി അവരൊക്കെ കാണണം. പിന്നെ എൻ്റെ സിസ്റ്ററിനെ സർപ്രൈസ് ആയിട്ടാണ് എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അവളുടെ റിയാക്ഷനൊക്കെ കാണണം. അങ്ങനെ ഞങ്ങൾ ബേബീൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു. ഞങ്ങളും ഒന്ന് ഫ്രഷനപ്പായി. പിന്നെ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ബാഗേജ് കിട്ടാൻ കുറേ ഡിലേ ആയി. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാണ്. ഇനി എൻ്റെ സിസ്റ്ററിൻ്റെ റിയാക്ഷൻ കാണണം. ആൾക്ക് അറിയില്ല ഞങ്ങൾ വരുന്നുള്ള കാര്യം. വേറെ ആരെയോ കാണാനുള്ള രീതിയിലാണ് ആളിപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഓടി വരുന്നതാണ് ജൂഡി ആൻറ്റി, അബ്ബാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. ഞങ്ങൾ നല്ല ക്ലോസ് ആണ്. അങ്ങനെ ആൾ വന്നു. ഇനി എൻ്റെ സിസ്റ്ററിൻ്റെ റിയാക്ഷൻ നോക്കാം. അങ്ങനെ ഫിദ ആദ്യമായിട്ട് എൻ്റെ ബേബീനെ എടുക്കുകയാണ്. ആൻഡ് ദിസ് വാസ് ഹെർ റിയാക്ഷൻ. ഇത് ശിലുവങ്കൾ അബ്ബേൻ്റെ ഫ്രണ്ടാണ്. ഈ ജൂഡി ആൻറ്റിയുടെ ഹസ്ബൻഡാണ്. അങ്ങനെ ആളും ആദ്യമായിട്ട് ബേബീനൊക്കെ എടുത്തു. ആൻഡ് ഇതാണ് നന്ന, എൻ്റെ കസിനാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ കുറേ കുറവുകളൊക്കെ ഉണ്ടാവും. എന്നാലും എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ഇന്ന് MES ആനുവൽ ഡേ ആയതുകൊണ്ട് അതിൻ്റേതായ കുറേ തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ വീട്ടുകാരാണ്. ഇന്ന് അത്രേ ഉള്ളൂ. ബൈ.